ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മതമാകുന്നു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള മതമാകുന്നു. അതിൽ അന്ധവിശ്വാസങ്ങളില്ല, അനാചാരങ്ങളില്ല, യുക്തിഭദ്രമാണ്. അതുപോലെ തന്നെ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതമാകുന്നു. ഏകദൈവ ആരാധന മാത്രമാകുന്നു അതിലുള്ളത്. എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ജൂത പുരോഹിതന്മാർ ജൂതമതം ഉണ്ടാക്കി, ക്രിസ്ത്യൻ പുരോഹിതന്മാർ ക്രിസ്ത്യ മതം ഉണ്ടാക്കി. സമാനമായി 1926 ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി സൂഫി പുരോഹിതന്മാർ സമസ്ത എന്നുള്ളൊരു മതമുണ്ടാക്കി. ആ സമസ്ത മതത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളും ബഹുദൈവ ആരാധനയും കൂടി എല്ലാം സമ്മിശ്രിതമായ ഒരു മതമാണ് സമസ്ത എന്നുള്ളത്. സമസ്ത മതം എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് സമസ്തയിലെ ഒരു പുരോഹിതൻ പറയുന്നത് നിങ്ങൾ ആദ്യമായി ഒന്ന് കേൾക്കുക. കാലിമീങ്ങൾ പഠിപ്പിച്ചെന്ന ഈ ഒരു റൂട്ട്, ആ റൂട്ട് വിട്ട് കളിയില്ല മിനിങ്ങളെ. അതിനാണ് സുന്നത്ത് ജമാഅത്ത്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലമനെ യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങളെ. സഹോദരങ്ങളെ, കേട്ടല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയതെന്ന്. മരിച്ചുപോയ ആളുകളോട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും പറയാൻ, അവരെ വരമേൽപ്പിക്കാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത്. ബഹുദൈവ ആരാധന നടത്താൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത് എന്ന് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ഓരോ മനുഷ്യരെയും അയച്ചിട്ടുള്ളത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ആ മനുഷ്യന് ദുർബലരാണ്, അതേപോലെ അക്ഷമരാണ്, അതേപോലെ തന്നെ ബലഹീനരാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ അക്ഷമരായിക്കൊണ്ടുള്ള മനുഷ്യരിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. ക്ഷമ കൈക്കൊള്ളാൻ സാധിക്കാത്ത യൂനുസ് നബി അലൈഹി സ്വലാം ആ സമുദായത്തെ വിട്ടുപോയ ചരിത്രം നമുക്ക് ഖുർആനിൽ വായിക്കാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ക്ഷമ കൈക്കൊള്ളണമെന്നും അതിൽ ഉറച്ചു നിൽക്കണമെന്നും പറയുന്ന കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ക്ഷമ കൈക്കൊണ്ട് അവിടെ നിലപാട് മെച്ചപ്പെടുത്തി അതിൽ നിലകൊണ്ട ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യന്റെ കാഴ്ചക്ക് പരിധിയുണ്ട്, കേൾവിക്ക് പരിധിയുണ്ട്, ചിന്തകൾക്ക് പരിധിയുണ്ട്, അറിവുകൾക്ക് പരിധിയുണ്ട്. അത് പ്രവാചകന്മാർക്ക് പോലും പരിശുദ്ധ ഖുർആന്റെ വേദവാക്യങ്ങളിൽ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, ഈ പരീക്ഷണം കഴിഞ്ഞതിന് ശേഷം ഈ ഐഹിക ലോകത്ത് നിന്ന് തിരിച്ചു വിളിക്കുകയും ഈ ദുർബലരായ മനുഷ്യരെ പാരത്രിക ലോകത്ത് ചോദ്യം ചെയ്യാൻ ആ വിചാരണ കാത്തുകൊണ്ട് ബർസഖിൽ അവർ കഴിയുന്ന മനുഷ്യർ, ഈ മനുഷ്യന്മാർ മരണപ്പെട്ടപ്പോൾ ആ മനുഷ്യരോടുള്ള പ്രവാചകന്മാരോടും സ്വാലിഹ്യങ്ങളായിട്ടുള്ള ആളുകളോടുള്ള ആദരവ്, സ്നേഹം അതിരുകവിഞ്ഞ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവരെ പ്രീതിപ്പെടുത്തുകയും അവരോട് തന്നെ സഹായം ചോദിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ വ്യതിചലിച്ചു പോയി സൃഷ്ടാവിന് പകരം ഈ സൃഷ്ടികളെ ആശ്രയിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരെ അയച്ച് വേദഗ്രന്ഥം കൊടുത്ത് ആ സത്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ജനങ്ങളെ, നിങ്ങളെയും മുൻഗാമികളെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. കാരണം മുൻഗാമികളോടല്ല നിങ്ങൾ സഹായം ചോദിക്കേണ്ടത്, മുൻഗാമികളുടെ അവരെയും നിങ്ങളെയും സൃഷ്ടിച്ച ആ നാഥനോടാണ് നിങ്ങൾ സഹായം ചോദിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ കൽപ്പനയാണ് സൂറത്തുൽ ബഖറയുടെ 21-ാമത്തെ ആയത്തിൽ. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടും സ്വാലിഹ്യങ്ങളോടും സഹായം ചോദിച്ചപ്പോൾ അത് പാടില്ല എന്ന് ആ ജനങ്ങളോട് പറയുകയാണ്. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോഴുണ്ടായ മക്കയിലുള്ള മുശ്രിക്കുകളുടെ അവസ്ഥ. തീർച്ചയായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരൊക്കെയോ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവോ അവരൊക്കെ നിങ്ങളെപ്പോലുള്ള ദാസന്മാരാണ്, അള്ളാഹുവിന്റെ അടിമകളാണ് അവരൊക്കെ. എന്നാൽ അവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകട്ടെ. സത്യവാദികളാണെങ്കിൽ എന്താണ് അവർ ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഉസൈർ നബി അലൈഹി ഇസ്ലാമിന്റെയും വദ്ദിന്റെയും സുവാഇന്റെയും യഹൂസിന്റെയും യഹൂഖിന്റെയും ഒക്കെ പ്രതിമകൾ ഉണ്ടാക്കി അതിന് കൈയും കാതും കണ്ണും ഒക്കെ കൊടുത്തു പ്രതിമക്ക്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചോദിക്കുകയാണ്, അവർക്ക് നടക്കാനുള്ള കാലുകളുണ്ടോ എന്ന്. കാലുകൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ നടക്കാൻ പറ്റുമോ അതുകൊണ്ട്? അതേപോലെ അവർക്ക് പിടിക്കാനുള്ള കൈകളുണ്ടോ? കൈകൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പിടിക്കാൻ അവർക്ക് പറ്റുമോ? അവർക്ക് കാണാനുള്ള കണ്ണുകളുണ്ടോ? കണ്ണുകൾ നിങ്ങൾ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് കാണാൻ സാധിക്കുമോ? അവർക്ക് കേൾക്കാനുള്ള കാതുകളുണ്ടോ? കാതുകൾ നിങ്ങൾ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതിന് കേൾക്കാൻ സാധിക്കുമോ? അവർ അംവാത്തുകളാണ്,
മരിച്ചുപോയ ആളുകളുടെ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയത്. അവര് മരണപ്പെട്ടു പോയ ആളുകളാണ്. നിങ്ങൾ ആരുടെ ആണോ പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അവർ മരണപ്പെട്ടു പോയ ആളുകളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മരണപ്പെട്ടിട്ടുണ്ട്, ഉസൈർ നബി അലൈഹി സ്വലാം മരണപ്പെട്ടിട്ടുണ്ട്. അവരെന്താണ് അവകാശവാദം ഉന്നയിച്ചത്? അവർക്ക് ഒരു കഴിവുമില്ല. ആർക്ക്? ഈ വിഗ്രഹങ്ങൾക്കും ഈ വിഗ്രഹങ്ങൾ പിന്നിലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനാവട്ടെ ഉസൈർ നബി അലൈഹി ഒരു കഴിവുമില്ല. അള്ളാഹ് എല്ലാം നീ കൊടുത്ത കഴിവിലാണ്. പക്ഷെ അവർക്ക് തരാൻ കഴിവില്ല. അള്ളാഹുവേ, ഇവർ ഞങ്ങളെ യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കും. ആഹുലായി ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് ശുപാർശക്കാരാകും ഈ ആളുകൾ. ഈ ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ മഹത്തുക്കളാണ്, അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളാണ്, അള്ളാഹു പ്രീതിപ്പെട്ട പുണ്യപുരുഷന്മാരാണ്. അതുകൊണ്ട് അവർ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കും, അള്ളാഹുവിൽ നിന്ന് അവർക്ക് ഒരു കഴിവുമില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. ആര്? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ. അവര് മുമ്പിൽ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചു. പ്രതിമക്ക് കാണാൻ പ്രതിമയുടെ മുമ്പിൽ പോയിരുന്നു. അവിടെ അവര് ആദരവ് പ്രകടിപ്പിച്ചു, അവരിൽ ബലമേൽപ്പിച്ചു, അവരോട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞു അള്ളാഹുവിൽ നിന്ന് വാങ്ങിത്തരാറ്റാണ്. തീർച്ചയായും ഈ ഗ്രന്ഥം അവതരിപ്പിച്ചവനായ അള്ളാഹു ആകുന്നു എന്റെ രക്ഷിതാവോ, എന്റെ രക്ഷാധികാരി. ഇവരൊന്നുമല്ല. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കും. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നേരിട്ട് ചോദിക്കുക. ഇങ്ങനെയുള്ള ഒരു ഇടയാളന്മാരെ, മരിച്ചുപോയ ആളുകളെ നിങ്ങൾ രക്ഷാധികാരി സ്വീകരിക്കരുത്. നിങ്ങളുടെ രക്ഷാധികാരി യഥാർത്ഥ സർവ്വലോകങ്ങളുടെയും സൃഷ്ടാവും ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്ന ആ രക്ഷിതാവായ റബ്ബാകുന്നു. അവനാണ് സജ്ജനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തവൻ. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. അവരോട് ചോദിക്കണ്ട. മരിച്ചുപോയ ഇബ്രാഹിം നബിയോട് ചോദിക്കണ്ട, ഇല്യാസ് നബിയോട് ചോദിക്കണ്ട, ഉസൈർ നബിയോട് ചോദിക്കണ്ട, വദ്ദിനോട് ചോദിക്കണ്ട, സുവായിനോട് ചോദിക്കണ്ട, ലാത്തയോട് ചോദിക്കണ്ട. അവർക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. സ്വന്തം ദേഹങ്ങൾക്ക് തന്നെ അവർക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്തു തരാൻ അവർക്ക് സാധിക്കില്ല. അവർ അള്ളാഹുവിനെ ആശ്രയിക്കുന്ന ആളുകളാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ഏ ജനങ്ങളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രയക്കാരാണ്. അവരാണെന്നെങ്കിൽ മക്കത്തെ മുശ്രിക്കുകളാണെന്നെങ്കിൽ പ്രതിമകളെങ്കിലും ഉണ്ടാക്കി വെച്ചു. എന്തിന്? മുമ്പിൽ പോയി നിന്ന് കൈതൂപ്പി പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്നാൽ ഇന്നത്തെ മുസ്ലിം സമൂഹം, സമസ്ത മതത്തിലെ വിശ്വാസികളോ പ്രതിമകൾ പോലും ആവശ്യമില്ല. എങ്ങനെയാണ് അവർ കേൾക്കുക? അവർക്ക് കാതുകളുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾക്ക് സഹായിക്കുക? അവർക്ക് പിടിക്കാനുള്ള കൈകളുണ്ടോ? അവരെ നിങ്ങൾ എങ്ങനെയാണ് കാണുക? അവർക്ക് കണ്ണുകളുണ്ടോ? ഇല്ല. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു അറിയുന്നത് പോലെ അറിയും. ആര്? ഈ മരിച്ചുപോയ ഔലിയാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ സമസ്തയുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചു ബഹുദൈവ ആരാധന നടത്താൻ വേണ്ടി. അതുമാത്രം തീർന്നോ? ഇല്ല. മക്കയിലുള്ള മുശ്രിക്കുകൾ പോലും പറഞ്ഞിരുന്നു അവർക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്തു തരാൻ സാധിക്കില്ല എന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ സമ്മതിച്ചു. എന്നാൽ കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്നുള്ളത് ലോകത്തിന്റെ മുഴുവൻ കൈകാര്യകർത്തം ഔലിയാക്കന്മാർക്കാണ്. ചില തദ്ബീറുകളുണ്ട്, ലോകത്തിന്റെ കൈകാര്യകർത്തങ്ങളുണ്ട്. ആ കൈകാര്യകർത്തം വല്ലേ നീലത്തെന്നും എന്നെ വീളിപ്പോർക്ക് വായുകൂട മുമ്പ് ഉത്തരം നൽകും. അതിനുള്ള കഴിവ് അവർക്കുണ്ട്, അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന് മാത്രമായിട്ട് ഒരു കഴിവും അള്ളാഹ് മാറ്റി വെച്ചിട്ടില്ല. അള്ളാഹുവിന്റെ എല്ലാ കഴിവുകളും ഈ ഔലിയാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, മക്കയിലുള്ള മുശ്രിക്കുകൾ ഇവിടെയുള്ള ഹിന്ദുക്കളെക്കാളും അധപതിച്ച വർഗങ്ങളാണ്. സമസ്തയിലുള്ള ആളുകൾ ഈ പഠിപ്പിക്കുന്ന വിശ്വാസം അധപതിച്ച വിശ്വാസമാണ്. നോക്കൂ, ഹിന്ദുക്കൾ പോലും പറയുന്നില്ല ആ വിഗ്രഹത്തിന് കഴിവുണ്ട് എന്ന്. വിഗ്രഹത്തിന് മുമ്പിൽ കൈകൂപ്പിയാൽ ഈശ്വരൻ നൽകുമെന്നാണ് അവർ പറയുന്നത്. എന്നാലോ ഇവർ ജാറങ്ങളുടെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആ ജാറത്തിലുള്ള ആളുകൾക്ക് ലോകത്തിന്റെ കൈകാര്യകർത്തമുണ്ട്. അതാണ് ആയത്തോതി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നല്ല, ഈ ആളുകൾ തന്നെ ഞങ്ങൾക്ക് തരുന്നു. ഇത് ഇവിടെ ഉണ്ടായ ഹിന്ദുക്കളെക്കാളും അധപതിച്ച വിശ്വാസത്തിന്റെ ആളുകളാണ്. ഇസ്ലാമിനകത്ത് കയറി കൂടിക്കൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ ഒരു ശത്രുക്കൾക്കും, സംഘികൾക്കും, സയനിസ്റ്റുകൾക്കും, ജൂതന്മാർക്കും, ഒരാൾക്ക് ഇസ്ലാമിന്റെ പുറത്തുനിന്നുള്ള ശത്രുക്കൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം സമസ്തക്ക് ചെയ്യാൻ പറ്റി. എന്താണ് ചെയ്തത്? മുസ്ലിമായി അറിയപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനമായ തൗഹീദിനെ വിള്ളൽ വീഴ്ത്താൻ, ഇസ്ലാമിനെ തകർക്കാൻ, മുസ്ലിമായി അഭിനയിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുദൈവ ആരാധന നടത്താൻ സമസ്ത പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചു. സഹോദരങ്ങൾ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം കർശനമായി നിങ്ങളോട് പറയുന്നുള്ളത്. മുസ്ലിമായി അറിയപ്പെട്ടു, എന്താണ് ഇസ്ലാം എന്ന് പഠിക്കാനുള്ള ഭാഗ്യം ആ സമൂഹത്തെ, ആ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തടഞ്ഞു സമസ്തന്റെ പുരോഹിതന്മാർ. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുദൈവ ആരാധന നടത്താനുള്ള പ്രാക്ടീസ്, അതിനുള്ള പഠനങ്ങൾ നടത്താൻ, റിസർച്ച് ചെയ്യാനുള്ള ഒരുപാട് പള്ളി ദർസുകൾ ഉണ്ടാക്കി അതിനുള്ള സമ്പത്ത് ആ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ പിരിച്ചെടുത്തു. മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുദൈവ ആരാധന നടത്തുകയും ഇസ്ലാമിന്റെ അടിസ്ഥാനമായ തൗഹീദിനെ വിള്ളൽ വീഴ്ത്തുകയും തൗഹീദിനെ തകർക്കുകയും ഇസ്ലാമിന്റെ അകത്ത് നിന്ന് ചെയ്യാൻ സമസ്തയുടെ പുരോഹിതന്മാർക്ക് സാധിച്ചു. ഇത് ജൂതന്മാർക്ക് പറ്റിയിട്ടില്ല.
ക്രിസ്ത്യാനികൾക്ക് പറ്റിയിട്ടില്ല, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പറ്റിയിട്ടില്ല, സയനിസ്റ്റുകൾക്ക് പറ്റിയിട്ടില്ല, സംഘികൾക്ക് പറ്റിയിട്ടില്ല. ആ കാര്യം സമസ്ത സാധിച്ചു, സമസ്തയുടെ പുരോഹിതന്മാർ സാധിച്ചു. സഹോദരങ്ങളെ, ഒന്നും അള്ളാഹുവിന്റെ ഖുർആൻ എടുത്ത് നിങ്ങളൊന്ന് വായിക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളൊന്ന് പഠിക്കൂ. ആ സ്വലഫു സ്വാലിങ്ങളായിട്ടുള്ള സ്വഹാബത്തിന്റെ ജീവിതങ്ങളൊന്ന് പഠിക്കൂ. ഇത് പഠിച്ച് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നും റസൂലിന്റെ ഹദീസുകളിൽ നിന്നും സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ എങ്ങാനും ഇസ്ലാമിനെ പഠിച്ചു കഴിഞ്ഞാൽ സമസ്തയും ഇസ്ലാമും ഒരു നിരക്കുള്ള ബന്ധവുമില്ല, അതൊരു പുതിയ മതമാണ്, നിങ്ങൾക്ക് ബോധ്യമാകും. അതിൽ ഒരുപാട് ഡിങ്കൻ കഥകളായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, ഒരുപാട് കറാമത്ത് കഥകൾ അവർ പറയുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഉടനെ തന്നെ ചോദ്യം ചെയ്യൂ. അള്ളാന്റെ ഖുർആനിലില്ലേ മുഅ്ജിസത്തുകളും കറാമത്തുകളും പറഞ്ഞിട്ടില്ലേ? അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതും വിശ്വസിക്കണമെന്ന്. കാരണം എന്ത്? അള്ളാഹുവിന്റെ ഖുർആന് സമമായിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ 600 പേജാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പുരോഹിതന്മാർ 60,000 പേജുള്ള കിതാബുകൾ എഴുതി. എന്നിട്ട് പറഞ്ഞു ആദാമിൻ ഇന്ദില്ല, ജൂതന്മാർ ചെയ്ത പോലെ ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. എന്നിട്ട് ഇത് നിങ്ങൾ വിശ്വസിക്ക്. അള്ളാഹിന്റെ ഖുർആനിന് അത് മാറ്റിവെച്ചു. എന്നിട്ട് ഈ പാളക്കിതാബുകളുടെ പിന്നാലെ, ഈ കഥകൾക്ക് പിന്നാലെ ജനങ്ങളെ നയിച്ചു, ഇസ്ലാമിൽ നിന്ന് തെറ്റിച്ചു, ബഹുദൈവ ആരാധകരായിട്ടുള്ള മുസ്ലിം ഉമ്മത്തിനെ വളർത്തിയെടുത്തു. സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഈ വിശ്വാസ ആചാരങ്ങളോട് കൂടിയാണ് നിങ്ങൾ മരണപ്പെടുന്നതെങ്കിൽ നാളെ പരലോക കോടതിയിൽ റബ്ബിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ദീന് തകർക്കാൻ കൂട്ടുനിന്നതിനും, ബഹുദൈവ ആരാധന നടത്തിയതിനും, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് മുഖം തിരിഞ്ഞതിനും, ഇസ്ലാമിനെ നശിപ്പിക്കാൻ കൂട്ടുനിന്നതിനും നിങ്ങൾ മറുപടി പറയേണ്ടി വരും. പരലോകത്ത് വിശ്വാസമുണ്ടെങ്കിൽ ആ സമസ്തയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു നടക്കുക. ഇസ്ലാം എന്താണെന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സലഫുകളുടെ മാർഗത്തിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സത്യത്തിൽ അടിയുറച്ചു നിൽക്കാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിനുവേണ്ടി സംസാരിക്കാനുമുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.